السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എനിക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയം വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനുമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള മുഖവുരകൾ ഒന്നും തന്നെ ഇല്ലാതെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മാഹുവൽ ഖുർആൻ, എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. അറബി ഭാഷയിൽ അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നാം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഓതുക, പാരായണം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഖുർആൻ എന്നുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 75-ാമത്തെ അധ്യായത്തിൽ അൽ ഖിയാമ എന്ന് പറയപ്പെടുന്ന സൂറത്തിൽ 17-ാമത്തെ സൂക്തമായിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന. തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഖുർആന്റെ സമാഹരണവും, അതായത് അതിൻ്റെ ഒരുമിച്ച് കൂട്ടി താങ്കൾക്ക് മുമ്പിൽ സമർപ്പിക്കലും അത് ഓതിത്തരുക എന്നുള്ള കാര്യവും നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിനെ ഒരുമിച്ച് സമാഹരിച്ച് താങ്കൾക്ക് എത്തിച്ചു തരുകയും ആ വിശുദ്ധ ഖുർആനിനെ ഖുർആന അതിനെ ഓതിത്തരുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് പറയാണ് ഫഇദാ ഖറഅനാഹു, അങ്ങനെ നാം താങ്കൾക്ക് അത് ഓതിത്തന്നു കഴിഞ്ഞാൽ ഫത്തബിഉ ഖുർആന, ആ ഓതിത്തന്ന കാര്യത്തെ താങ്കൾ പിന്തുടരണം. ഇവിടെ 2 സ്ഥലത്ത് ഖുർആന ഫത്തബിഉ ഖുർആന, അതായത് ഓതുതന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായി നാം വിശുദ്ധ ഖുർആൻ എന്ന അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓതപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി കൊടുക്കാനുള്ളത്. ഇനി നമ്മൾ സാങ്കേതികമായിട്ട് ആ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മാഹുവൽ ഖുർആൻ ഫിൽ ഇസ്തിലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ ദൂതനും റസൂലുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ അമാനുഷിക തെളിവ് എന്ന നിലയിൽ അല്ലാഹു പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിൻ്റെ ദിവ്യ വചനമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ആ വിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയങ്ങൾ എല്ലാം തന്നെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഇതാണ് സാങ്കേതികമായി വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതും നാം മനസ്സിലാക്കി വെക്കേണ്ടതുമായ കാര്യം ഇതാണ്. ഇനി നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അതുതന്നെയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറയുന്നു, ഖുർആൻ അല്ലാഹു തൻ്റെ പ്രവാചകന് ഇറക്കിക്കൊടുത്ത അവൻ്റെ വിശുദ്ധ കലാമാണ് ഈ ഖുർആൻ എന്നുള്ളത്. അത് നാം പാരായണം ചെയ്യുന്ന മുസ്ഹഫുകളിൽ, ഗ്രന്ഥങ്ങളിൽ അതിനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വചനം അല്ലാഹുവിൻ്റെ കലാമാകുന്നു. കലാം അല്ലാഹുവിൻ്റേതാണ്. ആ കലാമുകളെ
നാം പാരായണം ചെയ്യുന്ന മുസ്ഹഫുകളിൽ അതിനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് സത്യവിശ്വാസികളായിട്ടുള്ള ഓരോ മുഅ്മിനീങ്ങളും അതിനെ ഓതുകയും പാരായണം ചെയ്യുകയും ഹൃദയങ്ങളിൽ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ നാവുകളിൽ കൂടി അതിനെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മളുടെ ചെവികളിൽ കൂടി അത് കേൾക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അള്ളാഹുവിന്റെ ദിവ്യ വചനത്തിനാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും അതിന് സമാനമായ, അതിനോട് കിടപിടിക്കുന്ന വചനങ്ങൾ കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കാത്ത നിലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനടുക്കൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഅ്ജിസത്താകുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ഖിയാമത്ത് നാൾ വരെ ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും മാറ്റിത്തിരുത്തലുകളും കൈകടത്തലുകളും എല്ലാ നിലയിലുമുള്ള മുഴുവൻ കുറവുകളിൽ നിന്നും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും അതിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം അല്ലാഹു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. 15-ാമത്തെ അധ്യായം 9-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ഈ ദിക്റായ വിശുദ്ധ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് ഞാനാകുന്നു. എന്നിട്ട് വഇന്നാ ലഹു ലഹാഫിളൂൻ, ആ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കുകയും എല്ലാ തരത്തിലുള്ള കൈകടത്തലുകളിൽ നിന്നും അതിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. ഇനി നമുക്ക് എന്താണ് വിശുദ്ധ ഖുർആൻ, മൽ ഖുർആൻ, മാ ഹുവൽ ഖുർആൻ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിച്ച് നമുക്ക് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ആ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് പരിചയപ്പെടുത്തി തരുവാൻ ഏറ്റവും അർഹനായ വ്യക്തി, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള, ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ, മാ ഹുവൽ ഖുർആൻ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തവും കൃത്യവുമായ നിലയിൽ നമുക്ക് വിശദീകരണം നൽകുന്നുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വളരെ വ്യക്തമായ നിലയിൽ ആ കാര്യം കൊണ്ടുവരുന്നുണ്ട്, ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഹദീസ് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ ഇതിന് സമാനമായ നിലയിലുള്ള ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഹദീസുകൾ, വിശദീകരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമായിട്ടും അതല്ല ഈ പറയപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇബ്നു മസ്ഊദിന്റെയും വചനങ്ങളായിട്ടും റിവായത്തുകൾ, റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.
ഒരു നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല, അറിയണം, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നഹ സതകൂനു ഫിത്നത്തുൻ, തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഉമ്മത്തികളിൽ പിന്നീട് പിൻകാലത്ത് വലിയ ഫിത്നകളും ഫസാദുകളും സമൂഹത്തിൽ രൂപപ്പെടുന്നതാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖുൽതു മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് അല്ലാഹുവിൻ്റെ ദൂതരെ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ വചനമാകുന്നു. അന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അല്ലാഹുവിൻ്റെ വചനമാണ്, അല്ലാഹുവിൻ്റെ കിതാബാണ് അതിന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഫീഹി നബഉ മാ കാന ഖബലക്കും, തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ മുഴുവൻ സമൂഹങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ, വൃത്താന്തങ്ങൾ നിങ്ങൾക്കിതിൽ കാണാം. വഖബറു മാ ബഅദക്കും, നിങ്ങൾക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും മുഴുവൻ കാര്യങ്ങളെയും വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഇതിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ വഹുക്കുമു മാ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ വിധികളും നിങ്ങൾക്കിതിൽ കാണാം. ഹുവൽ ഫസ്ലു ലൈസ ബിൽ ഹസ്ലി, തീർച്ചയായിട്ടും ഇത് ഗണ്യമായൊരു തീരുമാനമാണ്, ഇതിൽ യാതൊരു തരത്തിലുള്ള കളിതമാശകളും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുകയില്ല. മൻ തറകഹു മിൻ ജബ്ബാറിൻ ഖസമുല്ല, ആരിതിനെ മനഃപൂർവ്വം ഈ വിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാത്ത തള്ളിക്കളയുന്നോ അല്ലാഹു അവനെ പരാജയപ്പെടുത്തുന്നതാണ്. വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരി അദല്ലഹുല്ലാഹ്, ഈ വിശുദ്ധ ഖുർആനിന്റെ ആ ഖുർആനിനെ വിട്ട് വേറൊരു മാർഗത്തെ നേർമാർഗമായി കണ്ട് പരിശ്രമിച്ചാൽ, അതിനെ തേടിപ്പോയാൽ അല്ലാഹു അവനെ വഴികേടിലാക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയണു, ഹുവ ഹബിലുല്ലാഹിൽ മതീൻ, ഇത് അല്ലാഹുവിന്റെ ബലിഷ്ഠമായ പാർശ്വമാണ്. ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ദുരിതത്തിന്റെയും ശത്രുക്കളുടെ അക്രമത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും സമയത്ത് നിങ്ങൾക്ക് മുറുകെ പിടിച്ച് രക്ഷപ്പെടാനുള്ള വലിയൊരു പാർശ്വമാണിത്. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, എന്നിട്ട് പറയണ അദ്ദിക്റുൽ ഹകീം, ഇത് യുക്തിമത്തായ ഒരു ഉപദേശമാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ഇത് ഋജുവായ കൃത്യമായിട്ടുള്ള നേരായ പാതയാകുന്നു. വഹുവല്ലദീ ലാ തസീഹു ബിൽ അഹ്വ, ഇതിനെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകുകയില്ല. അതുപോലെ തന്നെ വലാ തൽതബിസു ബിഹിൽ അൽസിന, ഇതനുസരിച്ച് നാം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളിലോ നാവുകളിലോ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ എത്ര തന്നെ വലാ യശ്ബഉ മിൻഹുൽ ഉലമ, ഇതെത്ര തന്നെ പഠിച്ചാലും ഇതിന്റെ ആശയങ്ങളും വിശദീകരണങ്ങളും പഠിച്ചാലും അറിവുള്ള ആൾക്കാർക്ക് ഒരിക്കലും മതി വരികയില്ല. വലാ യഖ്ലുഖു അല കസറത്തി റദ്ദി, എത്ര തന്നെ ആവർത്തിച്ച് ഓതിയാലും പഠിച്ചാലും നാവിനോ മനസ്സിനോ ഒരു തരത്തിലുള്ള പഴക്കമോ മടുപ്പോ അനുഭവപ്പെടുകയില്ല. വലാ തൻഖലി അജായിബു, ഇതിന്റെ അമാനുഷ്യ ശക്തി ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല, എന്നും അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് പറയുന്നു, ജിന്നു വർഗം ഇതിനെ കേട്ടപ്പോൾ ഇന്ന സമിഅന ഖുർആനൻ അജബ യഹ്ദി ഇല റുഷ്ദ്, സൂറ ജിന്നിൽ പറയുന്നുണ്ട്, നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു ഖുർആനിനെ നാം കേട്ടു എന്ന് പറഞ്ഞു. മൻ ഖാല ബി സദഖ, ആരിതനുസരിച്ച് ഖുർആൻ മുറുകെ പിടിച്ച് സംസാരിക്കുന്നു അവൻ സത്യം മാത്രമേ പറയുകയുള്ളൂ. വമൻ ആമില ബിഹി ഉജ്റ, ആരിതനുസരിച്ച് അമൽ ചെയ്യുന്നു അവനിക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. വമൻ ഹക്കമ ബി ആദിൽ, ആരിതനുസരിച്ച് വിധി കൽപ്പിക്കുന്നു അവന് നീതി കാണിക്കാൻ പറ്റും. വമൻ ദഅ ഇലൈഹി ഹുദി, ആരിതിലേക്ക് ക്ഷണിക്കപ്പെടുന്നു തീർച്ചയായിട്ടും അവനക്ക് നേർമാർഗം നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്ഹാ ഇലൈക യാ അഅ്വ, നീ ഇതിനെ മുറുകെ പിടിക്കുക. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് മാഹുവൽ ഖുർആൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് പരിചയപ്പെടാൻ ഈ ഹദീസ് തന്നെ നമുക്ക് മതിയായതാണ്. അതുകൊണ്ട് ഇന്നത്തെ പാഠം ഇവിടെ നിർത്താം. ഇനി അടുത്ത ദിവസം എന്തെല്ലാമാണ് ഖുർആൻ എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.